അപ്പോൾ പത്രവാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഇന്ന് വി എസ് സനോജ് ആണ് ഉള്ളത്. വി എസ് സനോജ്, ഗുഡ് മോർണിംഗ്. സേതു, ഗുഡ് മോർണിംഗ്. നമുക്ക് പെട്ടെന്ന് തന്നെ പത്രവാർത്തകളിലേക്ക് പോകാം. കാരണം ഒരുപാട് വാർത്തകളുള്ള ദിവസമാണ്. നമുക്കറിയാവുന്നതുപോലെ മാതൃഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എല്ലാ പത്രങ്ങളിലുള്ള ഒരു പ്രധാനപ്പെട്ട ചിത്രം പിണറായി വിജയനും വി ഡി സതീശനും കൂടെ നിയമസഭാ പുസ്തകോത്സവത്തിൻ്റെ ചടങ്ങിലിരിക്കുന്നതാണ്. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് മാതൃഭൂമിയിൽ ഒന്നാം പേജിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുള്ളത് US-ൻ്റെ ഗ്രീൻലൻഡ് നീക്കമാണ്. അത് വെനസ്വേലയിലെ ഈ സൈനിക നടപടിക്ക് പിന്നാലെ ലോകത്തെ ഏറ്റവും വലിയ ദ്വീപായിട്ടുള്ള ഗ്രീൻലൻഡ് പിടിച്ചെടുക്കാനുള്ള ശ്രമം അവർ ഊർജിതമാക്കി എന്നുള്ളതാണ്. കാരണം ഡെൻമാർക്കിന് കീഴിലാണ് ഇപ്പോൾ നിലവിൽ ഗ്രീൻലാൻഡ് ഉള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു പ്ലാൻ, അത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അതിൻ്റെ ഗ്രീൻലാൻഡിൻ്റെ ധാതു സമ്പത്ത് എന്ന് പറയുന്നത്. മറ്റൊന്ന്, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും അപൂർവവും കൗതുകങ്ങൾ ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ഏറ്റവും വലിയൊരു ടൂറിസം സ്പോട്ടും കൂടിയാണ്. ഏതായാലും അതിലേക്കുള്ള നീക്കം അവർ നടത്തുന്നു എന്നുള്ളത് ഒന്നാം പേജിൽ മാതൃഭൂമി വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്നു എന്ന് പറയണം. മറ്റൊന്ന്, ഇന്ന് എല്ലാ പത്രങ്ങളും ക്യാരി ചെയ്ത അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി ഇന്നലെ നമ്മൾ അടക്കം എല്ലാവരും വളരെ പ്രധാനമായി ചെയ്ത ഒരു വാർത്ത എന്ന് പറയുന്നത് ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ചുള്ള CPM-ൻ്റെ നേതാവ് AK ബാലൻ്റെ പ്രസ്താവനയാണ്. അത് വിവാദമായി എന്ന തരത്തിലേക്കും അത് സംബന്ധിച്ച പ്രതികരണങ്ങളിലേക്കും ഇന്ന് പത്രങ്ങൾ വലിയ പ്രാധാന്യത്തിൽ പോയിരിക്കുന്നു. മാതൃഭൂമിയുടെ ഒന്നാം പേജിൽ വിളിച്ചു വരുത്തിയ വർഗീയത എന്നുള്ള തലക്കെട്ടിൽ ഈ വാർത്ത അവർ നൽകിയിരിക്കുന്നു. AK ബാലൻ്റെ പ്രസ്താവന വൻ വിവാദമായി എന്ന് അതിൽ പറയുന്നു. തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കേരളം നീങ്ങുന്നതിനിടെ വികസനം ചർച്ച ചെയ്യേണ്ട രാഷ്ട്രീയ വേദികളിലേക്ക് വർഗീയതയെ വിളിച്ചു വരുത്തി CPM നേതാവ് AK ബാലൻ്റെ പ്രസ്താവന എന്നാണ് അവരുടെ ഇൻട്രോയിൽ പറയുന്നത്. വിവാദം കൈവിട്ടിട്ടും ബാലനെ തള്ളിപ്പറയാൻ LDF കൺവീനർ മാത്രമേ മുന്നോട്ട് വന്നുള്ളൂ എന്നും ആ വാർത്തയിൽ പറയുന്നു. അതിൻ്റെ വിവാദം കൊഴുക്കുന്നു എന്നും മാതൃഭൂമി പറയുന്നുണ്ട്. ഒപ്പം അത് അവർ 7-ാം പേജിൽ വലിയ വാർത്തയായി തന്നെ നൽകിയിരിക്കുന്നു. ചർച്ചകളിൽ ജമാഅത്ത് ഇസ്ലാമി നിറയുന്നു. ഇരുമുന്നണികളെ, അതായത് ഇതുമായി ബന്ധപ്പെട്ടതൊരു സംഘപരിവാറിൻ്റെ ക്യാമ്പയിനാണെന്ന് വി ഡി സതീശൻ പറയുന്നതും ബാലന് BJP-യുടെ സ്വരമെന്ന് ചെന്നിത്തല പറയുന്നതും പച്ചയ്ക്ക് വർഗീയത പറയുന്നുവെന്ന് KC വേണുഗോപാലിൻ്റെ പ്രസ്താവനയടക്കം ഏതായാലും പത്രങ്ങൾ ആ രീതിയിൽ തന്നെ നൽകിയിരിക്കുന്നു. ഒപ്പം ഒന്നാം പേജിൽ മാതൃഭൂമി വളരെ കൗതുകകരമായ എന്നാൽ ഖേദകരമായൊരു വാർത്ത കൂടി നൽകിയിരിക്കുന്നു. അത് SIR ഹിയറിങ്ങുമായി ബന്ധപ്പെട്ട് നൊബേൽ ജേതാവായിട്ടുള്ള അമർത്യ സെന്നിന് നോട്ടീസ് നൽകിയിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നുള്ളതാണ്. 16-ന് ഹാജരാവാനാണ് 92-കാരനായ സെന്നിനുള്ള നിർദ്ദേശം. SIR-മായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങൾ, വിവാദം ഒക്കെ നിലനിൽക്കുകയാണ് ബംഗാളിൽ അടക്കം. അപ്പോൾ കൊൽക്കത്തയിലാണ്, കാരണം ശാന്തിനികേതൻ്റെ അവിടെയുള്ള അവരുടെ ആൻസസ്ട്രൽ കുടുംബം വീടെന്ന് പറയുന്നത് ബോൽപൂരിലാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗത്തിന് ഫോം കൈമാറിയതായിട്ട് ബംഗാൾ CEO പറഞ്ഞു. ഒപ്പം ഇത് ഒരു വലിയ രാഷ്ട്രീയ വിമർശനമായിട്ട് അമർത്യ സെന്നിന് നോട്ടീസ് നൽകിയത്, ഈ കാര്യത്തിൽ വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് നൽകിയത്, ആ വാർത്തയ്ക്കും ഒരു പ്രാധാന്യം നൽകിയിരിക്കുന്നു. ഇന്നത്തെ ഏറ്റവും കൗതുകകരമായൊരു വാർത്തയും ഒപ്പം മൃഗസ്നേഹ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് തെരുവുനായ പ്രശ്നത്തിലുള്ള സുപ്രീം കോടതിയുടെ ഒരു കമൻ്റാണ് ഇന്നത്തെ ഒന്നാം പേജിൽ എല്ലാ പത്രങ്ങളും വലിയ പ്രാധാന്യത്തിൽ നൽകിയത്. അത് മാതൃഭൂമി നൽകിയിട്ടുണ്ട്. അതായത് തെരുവുനായ പ്രശ്നത്തിൽ സുപ്രീം കോടതിയുടെ പരിഹാസം, കടിക്കാതിരിക്കാൻ നായയ്ക്ക് കൗൺസിലിംഗ് നൽകണോ എന്ന് ഈ കേസ് പരിഗണനയ്ക്കെടുത്ത സമയത്ത് സുപ്രീം കോടതി ചോദിച്ചു. മൃഗസംരക്ഷണ അല്ലെങ്കിൽ മൃഗസ്നേഹികളായ ആളുകളോട് ചോദിച്ചു എന്നുള്ളതാണ്. ഇനി നായ്ക്കളോട് പറഞ്ഞു നോക്കാം എന്നാണ് മലയാള മനോരമ ഒന്നാം പേജിൽ നൽകിയിരിക്കുന്ന തലക്കെട്ട്. അവരുടെ മെയിൻ സ്റ്റോറി തന്നെ ഇതാണ്. കടിക്കാതിരിക്കാൻ നായ്ക്കൾക്ക് കൗൺസിലിംഗ് വേണമെങ്കിൽ നൽകാമെന്ന് ബെഞ്ച് പറഞ്ഞിരിക്കുന്നു. കേരളത്തിൻ്റെ അപര്യാപ്തതകൾ അമിക്കസ് ക്യൂറി ചൂണ്ടിക്കാണിച്ചു എന്നും ആ വാർത്തയിൽ പറയുന്നുണ്ട്. ഇത് എല്ലാ പത്രങ്ങളിലും വളരെ കൗതുകകരമായൊരു വാർത്തയായിട്ട് ഒന്നാം പേജിൽ നൽകിയിരിക്കുന്നു. ഒപ്പം മലയാള മനോരമയുടെ ഒന്നാം പേജിൽ ബുൾഡോസർ രാജുമായി ബന്ധപ്പെട്ടൊരു വാർത്തയുണ്ട്. ഡൽഹിയിൽ മസ്ജിദിനടുത്ത് രാത്രി ഇടിച്ചു നിരത്തൽ എന്നുള്ളതാണ് ആ വാർത്ത. അത് ഓൾഡ് ഡൽഹി തുർക്ക്മാൻ ഗേറ്റിലെ ഫൈസെ ഇലാഹി മസ്ജിദിനോട് ചേർന്നിട്ടുള്ള കെട്ടിടങ്ങൾ അത് അനധികൃതമായ നിർമ്മാണമാണ്. അതുകൊണ്ട് അത് പൊളിച്ചു കളയാനുള്ള ഒരു നീക്കം നടത്തി. അത് പൊളിച്ചു കളഞ്ഞു കുറച്ച് കെട്ടിടങ്ങൾ. അത് വഖഫിൻ്റേതാണെന്ന് പറഞ്ഞ് തർക്കമുണ്ടാവുകയും, പക്ഷേ വഖഫിൻ്റേതല്ല മുനിസിപ്പൽ കോർപ്പറേഷൻ്റേതാണെന്ന് പറയുകയും ഈ വാർത്ത എല്ലാ പത്രങ്ങളും, സിറാജ്, സുപ്രഭാതം അടക്കമുള്ള പത്രങ്ങളെല്ലാം വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്നു. അടുത്ത കസേര ആർക്ക് എന്നുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ക്യാപ്ഷനോടുകൂടെ മലയാള മനോരമ ഒന്നാം പേജിൽ വി ഡി സതീശനും പിണറായി വിജയനും നിയമസഭാ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യാനെത്തിയ ആ ചടങ്ങിൻ്റെ വാർത്ത അവർ ഒരു പ്രാധാന്യത്തിൽ
അല്ലെങ്കിൽ വളരെ കൗതുകകരമായി തന്നെ നൽകി എന്ന് പറയാം. ദേശാഭിമാനിയിലും ഈ ഡൽഹി ബുൾഡോസർ രാജ് എന്ന വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട്. ഡൽഹി ഒന്നാം പേജിൽ ദേശാഭിമാനി, ഡൽഹി തുർക്ക്മാൻ ഗേറ്റിലും ബുൾഡോസർ രാജ് എന്ന് ആ വാർത്ത നൽകിയിരിക്കുന്നത്. ഒപ്പം നേരത്തെ നമ്മൾ മാതൃഭൂമിയുടെ ഒന്നാം പേജിലെ വാർത്ത പറഞ്ഞതിനേക്കാൾ കൂടുതൽ പ്രാധാന്യത്തിൽ US ഭീകരത എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപിൻ്റെ നീക്കങ്ങൾ, റഷ്യൻ എണ്ണക്കപ്പൽ പിടിച്ചെടുത്തു, ഗ്രീൻലാൻഡിലേക്ക് സൈനിക നീക്കം എന്നുള്ള ആ വാർത്ത, അത് US ഭീകരത എന്ന തലക്കെട്ടോടുകൂടെ അവർ നൽകിയിരിക്കുന്നു. ഒപ്പം ഈ വാർത്ത, അതായത് ഈ റഷ്യൻ എണ്ണക്കപ്പൽ പിടിച്ച വാർത്ത മാതൃഭൂമി 14-ാം പേജിൽ നൽകിയിരിക്കുന്നു. റഷ്യൻ കൂടിയുള്ള കപ്പൽ US പിടിച്ചെടുത്തു എന്നുള്ള വാർത്ത മാതൃഭൂമി ഒരു പ്രാധാന്യത്തോടുകൂടെ നൽകിയിട്ടുമുണ്ട്. മറ്റൊരു വാർത്ത ഉള്ളത് നരേന്ദ്രമോദിയുടെ പരാമർശം സംബന്ധിച്ച് 7-ാം പേജിൽ മാതൃഭൂമി നൽകിയതാണ്. അത് പുതിയ അവകാശവാദവുമായി ട്രംപ്, സർ ഞാൻ താങ്കളെ വന്ന് കാണട്ടെ എന്ന് മോദി ചോദിച്ചു, മോദിയെ പരിഹസിച്ച് രാഹുൽ എന്നുള്ള വാർത്ത 7-ാം പേജിൽ മാതൃഭൂമി നൽകിയിരിക്കുന്നു. അദ്ദേഹം വളരെ വിനീത വിധേയനായി തന്നോട് സംസാരിച്ചു എന്നുള്ളതാണ് ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് പറയുന്ന, അല്ലെങ്കിൽ ട്രംപ് അവകാശപ്പെടുന്ന കാര്യം. ഏതായാലും അത് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ പ്രതിപക്ഷ നേതാവ് അടക്കം നടത്തിയിരിക്കുന്നു. ഈ തെരുവുനായ പ്രശ്നത്തിൽ ഉള്ള കാര്യങ്ങളിൽ നിന്നും മറ്റ് ഈ പറഞ്ഞ പോലെ വെനസ്വേലയുടെ വിഷയത്തിൽ നിന്നും പുറത്തു കടന്നാൽ ജന്മഭൂമി 1-ാം പേജിൽ അന്താരാഷ്ട്ര സാഹിത്യോത്സവത്തിൽ മേയർക്ക് വിലക്ക് എന്നൊരു വാർത്ത. VV രാജേഷിനെ ഒഴിവാക്കി. ആര്യ രാജേന്ദ്രന് മേയറായിരുന്ന സമയത്ത് അവരെ പല പരിപാടികളിലും വലിയ കാര്യത്തിൽ പങ്കെടുപ്പിച്ചിരുന്നു. പക്ഷേ ഇത്തവണ അന്താരാഷ്ട്ര സാഹിത്യ ഉത്സവം നിയമസഭയുടെ നടക്കുന്നു, അതിൽ നിന്ന് മേയറെ ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത നൽകിയിരിക്കുന്നു. അപ്പം കോർപ്പറേഷൻ കെട്ടിടത്തിൽ നിന്ന് VK പ്രശാന്ത് ഒഴിയുന്ന വാർത്തയും അവർ ഇന്ന് 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. ജന്മഭൂമി മാധ്യമത്തിൻ്റെ 1-ാം പേജിൽ ഇന്ന് തുർക്ക്മാൻ ഗേറ്റിലെ ബുൾഡോസർ രാജ് വാർത്ത തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട വാർത്ത. അവർ അത് വഖഫ് കെട്ടിടം അർദ്ധരാത്രി ഇടിച്ചു നിരത്തിയെന്നാണ് മാധ്യമം 1-ാം പേജിൽ ആ വാർത്തയിൽ പറയുന്നത്. അതിൽ പോലീസ് കാവലിൽ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ഇടിച്ചു നിരത്തിയത് ഫൈസ ഇലാഹി മസ്ജിദിൻ്റെ കമ്മ്യൂണിറ്റി സെൻറ്റർ എന്നതിനകത്ത് കൃത്യമായി തന്നെ പറയുന്നു. ആ വാർത്ത കുറേ കൂടെ സ്പെസിഫിക്കായി പറഞ്ഞിരിക്കുന്നു. ഒപ്പം ഉമറിനും അരവിന്ദിനും ഇരട്ട നീതി എന്ന് പറഞ്ഞു മറ്റൊരു വാർത്തയുണ്ട്. കാരണം ഉമർ ഖാലിദിൻ്റെയും ഷർജിൽ ഇമാമിൻ്റെയും ജാമ്യം നിഷേധിക്കുകയും ബാക്കിയുള്ള 5 പേർക്ക് ജാമ്യം നൽകുകയും ചെയ്തതുമായി ബന്ധപ്പെട്ട് അതിൽ പറഞ്ഞ ചില കാര്യങ്ങൾ, ഈ അക്യൂസേഷനുമായി ബന്ധപ്പെട്ട് ഉള്ള ഗ്രാവിറ്റി, അതിൽ വ്യത്യാസമുണ്ട് 7 പ്രതികളിൽ 2 പേരുടെ കാര്യത്തിൽ, അതിൽ ഉമർ ഖാലിദിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജാമ്യം നിഷേധിച്ചത്. ആകെ 5 വർഷത്തിനിടയിൽ സഹോദരിയുടെ വിവാഹത്തിന് 14 ദിവസം മാത്രമാണ് ഉമർ ഖാലിദിന് ജാമ്യം നൽകിയത്. ഏതായാലും പക്ഷേ അതേസമയം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ അനധികൃത പണമിടപാട് നിരോധന നിയമ കേസിൽ അംടെക് പ്രൊമോട്ടർ അരവിന്ദ് ധാമിന് ജാമ്യം അനുവദിച്ചു. അതായത് ഇവരുടെ ജാമ്യത്തിൻ്റെ നിഷേധിക്കാനായി പറഞ്ഞ കാര്യങ്ങളുടെ നേരെ ഘടകവിരുദ്ധമായ രീതിയിലേക്കൊരു വിധി ഈ അരവിന്ദിൻ്റെ കാര്യത്തിൽ സംഭവിച്ചു. അതിനോട് നിയമജ്ഞർ വിയോജിച്ചു എന്നുള്ളതുമാണ് അതിനകത്ത് പറയുന്നത്. ഇന്നലെ നമ്മൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് അവതരിപ്പിച്ച ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ വൈഷ്ണവ് ദേവി, കശ്മീരിലെ വൈഷ്ണവ് ദേവി മെഡിക്കൽ കോളേജിൻ്റെ MBBS കോഴ്സിൻ്റെ അംഗീകാരം റദ്ദാക്കിയ വാർത്ത. അത് നേരത്തെ നമ്മൾ നൽകിയിരുന്നു ന്യൂസ് മലയാളം. അതിൽ ഒരു വലിയ ഡെവലപ്മെൻറ്റ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ വിദ്യാർത്ഥികളിൽ ഈ കോഴ്സിന് ആദ്യ ബാച്ചിൽ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ 90% മുസ്ലിങ്ങളാണെന്നുള്ളത് കൊണ്ട് ബജ്രംഗ് ദളും VHP അവിടെ പ്രതിഷേധം നടത്തിയിരുന്നു. ഇപ്പോൾ ആ കോഴ്സിൻ്റെ അംഗീകാരം റദ്ദാക്കിയിരിക്കുന്നു. സുപ്രഭാതം 1-ാം പേജിൽ വിദ്യാർത്ഥികളിൽ 90% മുസ്ലിങ്ങൾ വൈഷ്ണവദേവി മെഡിക്കൽ കോളേജിലെ MBBS കോഴ്സിൻ്റെ അംഗീകാരം റദ്ദാക്കി എന്നുള്ള വാർത്ത അവർ നൽകിയിരിക്കുന്നു. അവിടെ വലിയ രീതിയിൽ സമരം നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു കോഴ്സിൻ്റെ അംഗീകാരം റദ്ദാക്കാൻ ഈ രീതിയിലുള്ള റിക്വസ്റ്റ് ഉണ്ടാകുന്നത് നാഷണൽ പൂളിൽ നിന്ന് കുട്ടികൾ പഠിച്ച് അവരുടെ ലിസ്റ്റിലേക്ക് കടന്നിട്ട് പോലും ഇതിനെ ഈ രീതിയിലേക്കുള്ളൊരു വാർത്തയായിട്ട് അല്ലെങ്കിൽ ഒരു സംഭവമാക്കിയിട്ട് അതിനെ ചിത്രീകരിക്കുകയും അതിൻ്റെ അനുമതി റദ്ദാക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ ഒരു കാര്യം. ഒപ്പം സ്പോർട്സിലേക്ക് കൂടെ ഞാൻ വരാം. നമ്മുടെ സമയത്തിൻ്റെ പരിമിതിയുണ്ട്. അത് സ്പോർട്സിൽ മലയാള മനോരമയിൽ ജേക്കബ് ബദലിനെ കന്നി ടെസ്റ്റ് സെഞ്ചുറി എന്നുള്ള വാർത്തയാണ് സിഡ്നിയിൽ. അതിൽ ജേക്കബിൻ്റെ സ്വർഗരാജ്യം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 12 വർഷത്തിന് ശേഷം ആ പയ്യൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ കന്നി സെഞ്ചുറി നേടി എന്നുള്ളതാണ്. ആദ്യ ഇന്നിങ്സിൽ 187 റൺസിൻ്റെ ലീഡ് എന്ന് അതിനകത്ത് ഇംഗ്ലണ്ടിനെ കുറിച്ച് പറയുന്നു. ഒപ്പം വണ്ടർ ബോയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് വൈഭവ് സൂര്യവംശിയുടെയും അരോൺ ജോർജിൻ്റെയും സെഞ്ചുറി വാർത്തയ്ക്കും മലയാള മനോരമ വളരെ കൗതുകരമായ വണ്ടർ ബോയ്സ് എന്നുള്ള തലക്കെട്ടോടുകൂടി ആ വാർത്ത നൽകിയിരിക്കുന്നു. കാരണം സൂര്യവംശി 74 പന്തിൽ നിന്ന് 127 റൺസും, ആരോൺ ജോർജ്
106 പന്തിൽ നിന്ന് 118 റൺസും എന്നുള്ളതാണ്. ഇരട്ടി സന്തോഷത്തോടെയുള്ള ഒരു കാര്യം അതിൽ സംഭവിച്ചിരിക്കുന്നു. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുടെ ഒരു മണിക്കൂറുകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് പത്രവാർത്തകളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഒപ്പം മണിപ്പൂരിൽ നടക്കാവുന്ന കേന്ദ്രം അവിടുത്തെ രാഷ്ട്രപതി ഭരണം റിസ്റ്റോർ ചെയ്ത് പകരം അതിൽ മാറ്റം വരുത്തി സംസ്ഥാനത്തിന് സാധാരണ രീതിയിൽ ഒരു ഭരണത്തിലേക്ക് പോകാനുള്ള നീക്കങ്ങൾ നടത്തുകയും അതുമായി ബന്ധപ്പെട്ട യോഗം ചേരുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതും അമിത്ഷാ നടത്തിയ മീറ്റിംഗിൻ്റെ വാർത്ത ഹിന്ദു 11-ാം പേജിലും നൽകിയിരിക്കുന്നു. സേതു, ഞാൻ തൽക്കാലം നമുക്ക് ഇന്നത്തെ ദിവസം നമ്മുടെ സമയപരിമിതി കൊണ്ട് പ്രസ് സ്റ്റോപ്പ് വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ശുഭദിനം ആശംസിക്കുന്നു. ശരി സനോജ്, ശരി, ഓക്കെ.